വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 11ാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും അല്ലേ, എന്താ സ്ക്വയറും റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് പാർട്ട് 1, 2, 3, 4 പാർട്ടുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. എല്ലാ കണക്കുകളും, അതായത് ചെയ്തിട്ടേക്കുന്നതും ചെയ്യാനുള്ളതും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ടാണ്. ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീളക്കണക്കുകൾ എന്നാണ്. അതിനകത്തിലെ എക്സസൈസ് നമ്മൾ ചെയ്തതിൻ്റെ ലാസ്റ്റിലെത്തി 2-3 എണ്ണം കൂടെ ഉണ്ട്. അതായത് അവർ പറയുന്നത് എന്താണ്, ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങളുടെ നീളം 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ കർണത്തിൻ്റെ വർഗം എന്താ അല്ലേ. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്താവും നിങ്ങളെ ഈ ലംബവശങ്ങൾ വെച്ചാൽ അതാണ്ട് ഈ ആംഗിളിലെ ഡിഗ്രി, ഈ ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കാണുന്ന 2 വശങ്ങൾ, ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വശങ്ങൾ കേട്ടോ. ഓപ്പോസിറ്റ് ഏതൊക്കെയാണ്ട് ഇത്, അതായത് ഇതിൻ്റെ ഈ ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ്. ഈ ഹൈപ്പോട്ടിന്യൂസ് കാണാൻ നമ്മൾ എന്തോ ചെയ്യണം, തന്നിരിക്കുന്ന മറ്റ് 2 അളവുകൾ തങ്ങളിൽ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഹൈപ്പോട്ടിന്യൂസ് കാണാൻ എന്തോ ചെയ്യണം, കൂട്ടണം. ഇപ്പം നമുക്ക് നോക്കിക്കേ, ഹൈപ്പോട്ടിന്യൂസിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ എന്താവും നിങ്ങൾ മറ്റ് 2 വശങ്ങളുടെ സ്ക്വയറുകൾ തങ്ങളിൽ കൂട്ടിയാൽ മതിയെന്നാണ് അവരൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. 3ൻ്റെ സ്ക്വയറ് പ്ലസ് 4ൻ്റെ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് കർണം കിട്ടും, അല്ലെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് കിട്ടുമെന്നാണ് പറയുന്നത്. 3ൻ്റെ സ്ക്വയർ 9 ആണ്, 4ൻ്റെ സ്ക്വയർ 16 ആണ്. അതായത് 3 × 3 9 ആണ്, 4 × 4 16 ആണ്. 16ഉം 9 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 25 കിട്ടും. ഈ 25 എന്ന് പറയുന്നത് 5ൻ്റെ സ്ക്വയർ ആണല്ലോ. അങ്ങനെയാണ് അവർ വേറെ ഒരു കണക്കും കൂടി തന്നിട്ടുണ്ട്. നോക്കിക്കേ, നമുക്ക് 3ാമത്തെ വശത്തിൻ്റെ വർഗം കാണണം അല്ലേ. ഇവിടെ നോക്കിയേ, ഹൈപ്പോട്ടിന്യൂസ് നമുക്ക് തന്നില്ലെന്ന് വെച്ചു. ഹൈപ്പോട്ടിന്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ തന്നിട്ടുണ്ട് 13 സെൻറ്റിമീറ്റർ സ്ക്വയറ് മൈനസ് ആൾട്ടിറ്റ്യൂഡ് കാണാനാണ് കേട്ടോ. അതായത് ആൾട്ടിറ്റ്യൂഡൊക്കെ എന്തോന്ന് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്. ഇതെന്താണ്, ഇത് ബേസ്, പാദം. നേരെ നിൽക്കുന്നത് ഹൈറ്റിൻ്റെ വേറൊരു പേരാണ് ആൾട്ടിറ്റ്യൂഡ് കേട്ടോ, മറന്നുപോലോ നിങ്ങളെ. ഹൈറ്റിൻ്റെ വേറൊരു പേരാണ് ആൾട്ടിറ്റ്യൂഡ്. പൈതഗോറസ് തിയറി അനുസരിച്ച് നമ്മൾ ഹൈറ്റ് എന്ന് പറയില്ല, ആൾട്ടിറ്റ്യൂഡ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. ലംബം കേട്ടോ, പാദം, ലംബം, കർണം. പാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പാദം അല്ലേ, എവിടെ ബേസ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഹൈറ്റ്. ഇനി കർണമെന്ന് വെച്ചാൽ ഹൈപ്പോട്ടിന്യൂസ്. ഡി തന്നിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ എത്ര 90 ഡിഗ്രിയാണ് അല്ലേ. ലംബം പെർപെൻഡിക്കുലർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ. അപ്പോൾ അത് 90 അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എവിടെയാണോ കിടക്കുന്നത് അതാണ്. അതൊക്കെ നമ്മൾ 1, 2, 3 പാർട്ടിലും ഒക്കെ പറഞ്ഞതാണ് അല്ലേ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് കർണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ. അപ്പോൾ ആ കാരണം അപ്പം നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, ഹൈപ്പോട്ടിന്യൂസും തന്നിട്ടുണ്ട്, ബേസും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് കാണാൻ എന്ത് ചെയ്യണം, ഇത് 2ൻ്റെയും കൂടെ സ്ക്വയർ അല്ലേ. 13ൻ്റെ സ്ക്വയർ 169 ആണ്, 12ൻ്റെ സ്ക്വയർ 144 ആണ്. ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, 25 വരുന്നു. അതായത് 169 144 പോയാൽ 25 എന്തോത്തിൻ്റെ സ്ക്വയറാണ്, എന്തിൻ്റെ സ്ക്വയറാണ്, 5ൻ്റെ സ്ക്വയർ അല്ലേ 25. അപ്പോൾ 5 കിട്ടി. അപ്പോൾ നമ്മൾ ഈ കണക്കുകളെല്ലാം ചെയ്തതാണ് കേട്ടോ. അതായത് പാർട്ട് 4 എടുത്ത് നോക്കണം, അഥവാ ഡൗട്ടുള്ളവർ പാർട്ട് 4 എടുത്ത് നോക്കണം. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് പേജാവും നിങ്ങളെ. നോക്കിക്കേ, ലാസ്റ്റ് പേജിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, 2 മീറ്ററും 5 മീറ്ററും ഉയരമുള്ള 2 തൂണുകൾ അല്ലേ. എത്രയ്ക്കാ, 5 മീറ്ററും 2 മീറ്റർ ഉയരമുള്ള 2 തൂണുകൾ അല്ലേ. 4 മീറ്റർ അകലത്തിലാണ് നിൽക്കുന്നത്. ടെസ്റ്റിൽ നോക്കണേ നിങ്ങളെ കേട്ടോ, നല്ലപോലെ നോക്കണേ. കണ്ടോ, ഇങ്ങനൊരു പടം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ എന്താ, 2 മീറ്റർ ഇവിടെ നോക്കിയേ, 2 മീറ്റർ നേരെ ഇരിക്കുന്നതാണല്ലോ എപ്പോഴും തൂണുകൾ അല്ലേ. അതോ വളഞ്ഞ് അങ്ങോട്ടാണോ ഇരിക്കുന്നത്, നേരെ ഇരിക്കുന്ന തൂണുകൾ. അപ്പോൾ ഇവിടെ 2 മീറ്ററിൻ്റെ ഒരു തൂണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്ര 5 മീറ്ററിൻ്റെ ഒരു തൂണ് കൊടുത്തിട്ടുണ്ട്. തൂണെന്ന് വെച്ചാൽ നേരെ നിൽക്കുന്നത് അല്ലേ. ഇവ തമ്മിലുള്ള അകലം എത്ര നോക്കിയേ, ഈ തൂണ് നിൽക്കുന്ന 2 മീറ്റർ, അവിടെ നിന്ന് 4 മീറ്റർ ദൂരെയാണ് 5 മീറ്ററിൻ്റെ ഒരു തൂണ് നിൽക്കുന്നത്. ഇപ്പോൾ പിടികിട്ടിയോ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമ്മളോട് ചോദിച്ചെന്താ, ഈ തൂണുകളുടെ മുകളറ്റങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ തോന്നുന്നുണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടോ, ഉണ്ടോ നിങ്ങളെ. ഇതിനൊരു എളുപ്പ വഴിയുണ്ട് അല്ലേ. എന്താണ് നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. 5 മീറ്റർ 2 മീറ്റർ ഉയരമുള്ള 2 തൂണുകൾ 4 മീറ്റർ അകലത്തിൽ നിൽക്കുന്നു. തൂണുകളുടെ മുകളറ്റങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്. 2 പില്ലേഴ്സ് ഓഫ് ഹൈറ്റ് 2 മീറ്റർ ആൻഡ് 5 മീറ്റർ സ്റ്റാൻഡ് 4 മീറ്റർ അപ്പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ദൂരെ അകലത്തിൽ നിൽക്കുന്നു അല്ലേ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്, അവർ തങ്ങളിലുള്ള ദൂരം ബിറ്റ്വീൻ ദെയർ ടോപ്പ് എന്താ
ഇവിടെ നോക്കാം, മുകളിലറ്റം തമ്മിലുള്ള അകലം എത്രയാണ്? നമ്മുടെ പടം ഇതാണ്, കണ്ടോ? ഇതിനെ നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയേ, കണ്ടോ? എങ്ങനെ ചെയ്തു? ഈ പടത്തിനെ നമ്മൾ എന്ത് ചെയ്തു കുഞ്ഞുങ്ങളെ? ഇത് രണ്ടായിട്ട് എന്ന് വെച്ചാൽ ഇതിനെ രണ്ടായിട്ടങ്ങ് മാറ്റി, അല്ലേ? 1, 2 രണ്ടായിട്ടങ്ങ് മാറ്റി. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ എളുപ്പമല്ലേ? നോക്കിക്കേ, ഇവിടെ വരെ ഉള്ളത് നമുക്കറിയാം. എത്ര? ഇവിടെ 2 മീറ്ററും 4 മീറ്ററും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇവിടെ 2 മീറ്ററും 4 മീറ്ററും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വെട്ട് ഏതാണ്ട് ഇവിടുത്തെ ഇത് വെച്ച് ഇങ്ങോട്ട് മാറ്റിയാൽ ഇത് ഈ 2 മീറ്റർ തന്നെയല്ലേ ഇവിടെയും വരുന്നത്? നിങ്ങൾ 7ാം ക്ലാസ് ആയ കുഞ്ഞുങ്ങളെ നല്ലതുപോലെ മനസ്സിലാക്കണേ കേട്ടോ. ഒന്നും എന്താ കണ്ട് നിസ്സാരമായിട്ട് കരുതരുത്. അതാണ്ട് ഈ ഒരു പടം തന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ളതേ നമ്മളോട് ചോദിക്കത്തുള്ളൂ. അല്ല നേരിട്ട് പടം തന്നിട്ട് ആൾട്ടിറ്റ്യൂഡ് എന്താണ്, ഹൈറ്റ് എന്താണ്, അങ്ങനെ ഒന്നും ചോദിക്കത്തില്ല. അങ്ങനെ നിങ്ങൾ വിചാരിച്ചോണം. എപ്പോഴും എന്തെങ്കിലും ഒരു ഇത് കാണും. അപ്പോൾ ഇവിടെ ഇങ്ങനെ തരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ രണ്ടായിട്ടങ്ങ് മാറ്റണം. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിളും കിട്ടി, ഒരു റെക്റ്റാങ്കിളും കിട്ടി, അല്ലേ? ഒരു ചതുരവും കിട്ടി, ഒരു ത്രികോണവും കിട്ടി. ത്രികോണം ഏതാണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. എന്തുകൊണ്ടാണ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഒരെണ്ണം നേരെ ഇരിക്കുകയാണ്, ഒരു സൈഡ് നേരെ 90 ഡിഗ്രിയാണ്, അല്ലേ? അപ്പോൾ നമ്മളെന്താണ് ഇവിടെ 2 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2 ആണ്. പിന്നെ ബേസ് നമുക്ക് 4 ആണെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ എത്ര ആയിരിക്കും? 4 ആയിരിക്കും. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 2 ആകുമ്പോൾ ഇവിടെ എത്ര ആയിരിക്കും കുഞ്ഞുങ്ങളെ? 3 സെൻറ്റ്. കാരണം എന്താ? മൊത്തം 5 എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണേ. മൊത്തം ഹൈറ്റ് 5 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വരെ 2 ആണെങ്കിൽ ഇവിടെ 3 ആയിരിക്കും. പിടി കിട്ടിയോ? അപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ പടത്തിൻ്റെ ഇതിൻ്റെ ഫുള്ള് നമുക്ക് കിട്ടി. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലേ? ഇതിൻ്റെ പെരിമീറ്റർ വേണമെങ്കിൽ ചെയ്തു വിടായോ നിങ്ങളെ? 4 4 8, അല്ലേ? 8 2 10 2 12 ആണ് ഇതിൻ്റെ പെരിമീറ്റർ. വേണേ അതുകൂടെ അങ്ങ് പഠിച്ചോ. പെരിമീറ്റർ എന്ന് വെച്ചാൽ ചുറ്റളവ്. ചുറ്റളവ് എന്ന് വെച്ചാൽ ചുറ്റുമുള്ള അളവ് കൂട്ടി വെച്ചാൽ മതി, അല്ലെങ്കിൽ 2 × L+B വെച്ച് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? എല്ലാം കൂടെ കൂട്ടി അങ്ങ് എഴുതി അതിന് ഇക്വേഷൻ തപ്പിയും അറിയത്തില്ലെന്ന് പറഞ്ഞ് പോകണ്ട. ഇനി ഇതിൻ്റെ ഏരിയ ആണെങ്കിലോ L × B, L 4 × 2 8 ആണ് കിട്ടുന്നത്. നമ്മളോട് അതൊന്നും ചോദിച്ചിട്ടില്ല, അഥവാ ചോദിച്ചാൽ കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ട ഏതാണ്? അതാണ്ട് ഇവിടുന്ന് മേപ്പോട്ടുള്ളതാണ്. പൈതഗോറസ് തിയറി അനുസരിച്ച് നമ്മൾ എങ്ങനെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഇതുവരെയുള്ളത് മുമ്പുള്ള പാർട്ട് കണ്ടവർക്കറിയാം, അല്ലേ? നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ? ഇവിടെ ആൾട്ടിറ്റ്യൂഡും തന്നിട്ടുണ്ട്, ബേസും തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം എത്രയായിരിക്കും നിങ്ങളെ? 90 ഡിഗ്രിയാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആര്? ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ കർണം. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വലിയ വശം എപ്പോഴും ഏതായിരിക്കും? ആ ഒരു ക്ലൂ ഒക്കെ ഓർത്ത് വെച്ചോ. വലിയ വശമായിരിക്കും കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ്. അങ്ങനെ അവിടെ ഒന്നൊന്നുമില്ല, ഞാനങ്ങ് പറഞ്ഞതാണ്. കാരണം ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആര് വരുന്നതാണ്? കർണം. ഓക്കെ ആണല്ലോ? ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാണ്? ഹൈപ്പോട്ടിന്യൂസ്. നമ്മൾ ഇക്വേഷൻ നേരത്തെ പഠിച്ചതാണ്. ഹൈപ്പോട്ടിന്യൂസ് കാണണമെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ്. ഈ ആൾട്ടിറ്റ്യൂഡ് ഒന്ന് കേട്ട് മനസ്സിലാവാത്തൊരു ഹൈറ്റ് എന്ന് പഠിച്ചാൽ മതി, പൊക്കം. കേട്ടോ, പഠിച്ചാൽ മതി എന്നല്ല, ഇതൊക്കെ പഠിച്ചിരിക്കേണ്ടതാ. ഇനിയിപ്പോൾ എപ്പോൾ പഠിക്കാനല്ലേ? ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഹൈറ്റ് എന്ന് പറഞ്ഞാലും എന്താ? പൊക്കം, അല്ലേ? മേളിലോട്ട് പൊക്കം എന്ന് നമ്മൾ പറയത്തില്ലേ? ആൾട്ടിറ്റ്യൂഡ് തന്നെ പഠിക്കേണ്ട കുഞ്ഞുങ്ങളെ. കാരണം പൈതഗോറസ് തിയറി അനുസരിച്ച് ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഹൈപ്പോട്ടന്യൂസ് ഈസിക്കൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. ബേസ് എത്രയാണ് ഇവിടെ? 4. അതറിയാമല്ലോ, ബേസ് കാണാൻ 4 ആണ്. 4ൻ്റെ സ്ക്വയർ. ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കം എത്രയാണ്? 3 ആണ്. അപ്പോൾ 3ൻ്റെ സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. 3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്, അല്ലേ? 16 9 25 ആണ്. നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ. ഇനി ചുരുക്കി H സ്ക്വയർ എന്ന് കൊടുത്തേക്കോ കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ കുറച്ചുകൂടി എളുപ്പം ചെയ്യാൻ പറ്റും. H സ്ക്വയർ എന്ന് വെച്ചാൽ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ആണ് നമ്മൾ ഇങ്ങനെ ചെയ്തു വന്നത്. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ 25 ആണെങ്കിൽ ഈ സ്ക്വയറിനെ നമുക്ക് എടുത്ത് കളയാൻ വേണ്ടി, അല്ലേ, എന്തോ ചെയ്യണം? H √25. സ്ക്വയറിനെ എടുത്ത് ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടതാണ് റൂട്ട്. അതൊക്കെ അറിയാമല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചതാ. ഈ സ്ക്വയറിനെ ഈക്വലിന് ഇപ്പുറത്ത് തട്ടുന്നതാണ് റൂട്ട് എന്ന് ഓർത്തണം. അപ്പോൾ 25 എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? 5 സെൻറ്റിമീറ്റർ. ഇപ്പോൾ പിടികിട്ടിയോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? H മീൻസ് ഹൈപ്പോട്ടന്യൂസ് ഈസിക്കൽ ടു 5 മീറ്റർ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഓക്കെ ആണല്ലോ? ആ പടം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ, നിസ്സാര, പക്ഷേ 3 മാർക്കൊക്കെ ആയിരിക്കും കേട്ടോ. ഓക്കെ ആണല്ലോ? അങ്ങനെ രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, കണ്ടോ? രണ്ടാമത്തെ പടം എന്താവും നിങ്ങളെ? നോക്കിക്കേ. ചുവടെയുള്ള ചിത്രത്തിലെ ത്രികോണത്തിൻ്റെ താഴത്തെ വശത്തിൻ്റെ നീളം കാണുക, അല്ലേ? ആണല്ലോ? അപ്പോൾ അത് നമ്മൾ എങ്ങനെ ചെയ്യും? അതിൻ്റെയൊക്കെ പേര് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ബോട്ടം സൈഡ് ഓഫ് ദ ട്രയാങ്കിൾസ് ഡ്രോ ബിലോ.
നോക്കി എത്രയ്ക്കാണ് തന്നിരിക്കുന്നത്, നമുക്ക് കാണുമ്പോഴേ ഓർത്തോണം, നേരെ തരുന്നതാണ് എന്ത് ആൾട്ടിറ്റ്യൂഡ് അല്ലേ. ആൾട്ടിറ്റ്യൂഡ് ഈ ഇങ്ങനെ കട്ട കൊടുത്തേക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് എന്ത് ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ ഇതെന്താണ് ബേസ്. ഈ ബേസും ആൾട്ടിറ്റ്യൂഡും ഹൈപ്പോട്ടിന്യൂസും ആദ്യമേ എന്താന്ന് പഠിച്ചിരിക്കണം. അതറിയാവുന്നവർക്ക് ഈ കണക്ക് എന്താണെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കിയേ, ആൾട്ടിറ്റ്യൂഡ് എന്നല്ലെങ്കിൽ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ വശം, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റായ ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ കർണം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് തരാത്തത്, പാദമാണ് അല്ലെങ്കിൽ ബേസ് ആണ് തരാത്തത് കേട്ടോ. ഇത് ചെയ്യാനുള്ള എളുപ്പവഴി ഇങ്ങനെ ചെയ്താൽ മതി കുഞ്ഞുങ്ങളെ, അപ്പോൾ തെറ്റത്തില്ല. ബേസ് സ്ക്വയർ ഈസിക്കൽ ടു ഹൈപ്പോട്ടന്യൂസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് ആയാലും ബേസ് ആയാലും കാണാൻ ഈ ഹൈപ്പോട്ടന്യൂസിൽ നിന്ന് അങ്ങ് കുറച്ചാൽ മതി കേട്ടോ. തന്നിരിക്കുന്നത് അതായത് എച്ച് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ, കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. കർണം എത്രയായിരുന്നു അല്ലെ, ഹൈപ്പോട്ടന്യൂസ് എത്രയായിരുന്നു 13. ഇതെങ്ങനെയാണ് വന്നതെന്ന് അറിയണേ, 13 അല്ലേ. ഹൈപ്പോട്ടന്യൂസ് ഒക്കെ എന്തോന്ന് അറിയാമല്ലോ. ഹൈപ്പോട്ടന്യൂസ് ഇവിടെ ഞാൻ മലയാളത്തിൽ എഴുതിയത് ഇംഗ്ലീഷ് മീഡിയക്കാർ കണ്ട എച്ച് എന്ന് വെച്ചാൽ അറിയണം, എന്ന് വെച്ചാൽ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ കർണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 13ൻ്റെ സ്ക്വയർ മൈനസ് ലംബം എന്ന് വെച്ചാൽ താപ്പോട്ട് അല്ലേ, ഹൈറ്റ് 12ൻ്റെ സ്ക്വയർ. 13ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മാറ്റിയിട്ട് ചെയ്ത് നോക്കിക്കോണം, 169 12ൻ്റെ സ്ക്വയർ 144 13ൻ്റെ സ്ക്വയർ 169 മൈനസ് 12ൻ്റെ സ്ക്വയർ 144. അപ്പോൾ എത്ര, നമ്മൾ എന്തോ ഈ കാണുന്നത് പാദം സ്ക്വയർ ആണ് അല്ലെ, ബേസ് സ്ക്വയർ ആണ്. ബേസ് സ്ക്വയർ ഈസിക്കൽ ടു 25. മനസ്സിലായോ നിങ്ങളെ. ബേസ് സ്ക്വയർ ഈസിക്കൽ ടു 25 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സ്ക്വയറിനെ ഈക്വലിന് അപ്പുറത്ത് കെട്ടുമ്പോൾ എന്തിടണം, √25. മുമ്പേ നമ്മൾ ചെയ്തതാ. √25 എന്ന് പറയുന്നത് എത്ര, 5 ആണ്. മനസ്സിലായോ. അപ്പം നമുക്ക് എന്ത് കിട്ടി, പാദം കിട്ടി, അതായത് ബേസ് കിട്ടി. ബേസ് സ്ക്വയർ 25 ആണെങ്കിൽ ബേസ് 5 ആണ്. അതൊക്കെ നമ്മൾ കുറേ ആദ്യമായിട്ട് പഠിക്കുന്നതാണ്. അഥവാ മനസ്സിലാവാത്തുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട് 1 മുതൽ എടുത്ത് കാണണേ കുഞ്ഞുങ്ങൾ കേട്ടോ. പാർട്ട് 1, 2, 3, 4 ഇട്ടിട്ടുണ്ട്. ഇത് ലാസ്റ്റ് പാർട്ടാണ്. ഇനി നമ്മളോട് ചോദിച്ച എന്താണ്, ചുവടെയുള്ള ചിത്രത്തിലെ ത്രികോണങ്ങളുടെ താഴത്തെ വശം, ഈ താഴത്തെ വശത്തിൻ്റെ ഫുള്ളുണ്ടല്ലോ, താഴത്തെ വശത്തിൻ്റെ നീളം കണക്കാക്കുമെന്ന്. അപ്പം നമുക്ക് ഇവിടെ വരെയുള്ളത് കിട്ടിയില്ലേ കുഞ്ഞുങ്ങളെ. ഇവിടെ വരെ എത്ര കിട്ടി, 5 കിട്ടി അല്ലേ. ഇവിടുന്ന് ഇവിടെ വരെ 5 ആണ്. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടോ 5 ആയിരിക്കും. മനസ്സിലായോ. അപ്പം 5ഉം 5ഉം 10 അല്ലെങ്കിൽ 2 × 5 എങ്ങനെ എഴുതിയാലും മതി. എന്ന് വെച്ചാൽ 5 2 വട്ടം ഉണ്ടെന്നോ അല്ലെ 5 + 5 10 സെൻറ്റിമീറ്റർ. നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ, ചുവടെയുള്ള ചിത്രത്തിലെ ത്രികോണത്തിൻ്റെ താഴത്തെ വശത്തിൻ്റെ നീളം എന്താണെന്നാണ് നമ്മളോടുള്ള ചോദിച്ചത്. ബോട്ടം സൈഡ് അല്ലേ, ബോട്ടം സൈഡ് ഓഫ് ട്രയാങ്കിൾ 5 + 5 10 അങ്ങനെ ഇരുന്നായിരിക്കും നല്ല അല്ലേ, 10 സെൻറ്റിമീറ്റർ. ഓക്കെ ആണോ. സെൻറ്റിമീറ്റർ വന്നതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ. നമ്മളോട് ചോദിച്ചതിൻ്റെ ചോദ്യം നല്ലതുപോലെ കേട്ടിട്ട് വേണം എഴുതാൻ. ഓക്കെ ആണോ. അതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നിങ്ങളെ, ലാസ്റ്റ് ഇതാണ്ട് ഇങ്ങനെ ഒരു പടമാണ്. എന്താ ടെസ്റ്റ് നോക്കണേ. ഏതാണ്ട് ഇങ്ങനെ ഒരു പടം. ഇതിനകത്ത് നോക്കിക്കേ, ഒരു സർക്കിളിൻ്റെ സെൻറ്റർ വന്നിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് ഒരു റേഡിയസ് പോയിട്ടുണ്ട് അല്ലേ. കോഡും സെക്ടറും ഒക്കെ അറിയാം, അതൊക്കെ പോട്ടെ, നിങ്ങൾക്കില്ല. അപ്പം നമ്മളോട് ചോദിച്ചാൽ എന്താ, ഇതിനകത്ത് തന്നെ ഇതാണ്ട് ഒരു കട്ട കൊടുത്തിട്ടുണ്ട്. കട്ട കൊടുക്കുക എന്ന് വെച്ചാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നിങ്ങൾ എപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ആ കട്ടയെന്നുള്ള കേട്ടോ, ഈ ഒരു ചതുരക്കട്ട കൊടുത്തേക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ അതുണ്ടെങ്കിൽ മറ്റ് 2 വശങ്ങൾ കാണാൻ ഇനി ഏതാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ കുഞ്ഞുങ്ങളെ. ആൾട്ടിറ്റ്യൂഡും ബേസും തങ്ങൾ മിക്കവാറും ഉള്ളവർക്കെല്ലാം തെറ്റുന്നുണ്ട്. ഏതാണെന്ന് സംശയം, ഒന്നും ആലോചിക്കേണ്ട. ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ 2 വശവും കൂടെ ഏതെങ്കിലും ഒരെണ്ണം തന്നു കാണുമല്ലോ, അത് അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ ആ ഡൗട്ട് അങ്ങ് മാറും. മനസ്സിലായോ, എളുപ്പമല്ലേ. ഇനി നിങ്ങൾക്ക് ഇതിനകത്തിലെ ആൾട്ടിറ്റ്യൂഡ് ഏതാ ബേസ് ഏതാണെന്ന് സംശയം വരികയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് ഉണ്ടെങ്കിലാണേ, ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ടല്ലോ. കാരണം എന്താ, ഈ കട്ടയുടെ നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ഒരു 50 വട്ടയിലും നമ്മളത് പറഞ്ഞു കാണും അല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ആ തന്നതിൽ നിന്നും മറ്റേതെങ്കിലും ഒരു വശം തരുമല്ലോ, ആ വശം അങ്ങ് കുറച്ചാൽ മതി. പിടികിട്ടിയോ. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും നോക്കിക്കേ. ഇവിടെ ഞാൻ പേര് ഇതിന് നമുക്ക് ഇവിടെ ഒരു പേര് കൊടുത്തിട്ടില്ല അല്ലേ. അപ്പം ഞാൻ അതിന് L എന്ന പേരാണ് ഫസ്റ്റിൽ കൊടുത്തത്. L നോക്കാം നിങ്ങൾ, ഏതാണ്ട് കണ്ടോ, L എന്ന പേര് കൊടുത്തു. അപ്പം നമ്മൾ ആദ്യം എന്താ കണ്ടത്, അപ്പം ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇവിടാണ് നമുക്ക് തരാത്തത്. അപ്പം അതിന് ഞാൻ AL ആണല്ലോ,
ആണോ കുഞ്ഞുങ്ങളെ? കാരണം ഇവിടെ ഹൈപ്പോട്ടന്യൂസ് മറ്റേത് മറിച്ചതൊന്നും നിങ്ങൾ എഴുതി ബുദ്ധിമുട്ടുണ്ട്. ആ പേര് അവർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് AL എന്ന് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വേരിയബിൾ, ഏതെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി കേട്ടോ. എൽ എന്ന് ഞാൻ അങ്ങ് കൊടുത്തതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുത്താൽ മതി. അപ്പോൾ AL ഈസിക്കൽ ടു അല്ലെ AL സ്ക്വയർ ഈസിക്കൽ ടു തന്നിരിക്കുന്ന ഏതാണ്? ഒന്ന് ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് എത്ര? 5. അപ്പോൾ 5ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് AO കേട്ടോ. AO സ്ക്വയർ മൈനസ് ഇവിടെ ഏതാണ്? ഈ തന്നിരിക്കുന്ന വശം അല്ലേ OL സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ഏത് വശമാണോ തന്നിരിക്കുന്നത് അതങ്ങ് കുറച്ചാൽ മതി. അപ്പം AO സ്ക്വയർ മൈനസ് OL സ്ക്വയർ, ഇതിൻ്റെ എല്ലാം പേരുണ്ട് കേട്ടോ. AO എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 5 ആണ്. 5ൻ്റെ സ്ക്വയർ മൈനസ് അടുത്ത താഴത്തെ എത്രയാണ്? OL ആണ്. അത് എത്രയാണ്? 4 ആണ്. 5ൻ്റെ സ്ക്വയർ 25 ആണ്. 4ൻ്റെ സ്ക്വയർ 16 ആണ്. 25 നിന്ന് 16 പോയാൽ 9 ആണ്. അപ്പോൾ AL സ്ക്വയർ നമുക്ക് 9 കിട്ടി. AL സ്ക്വയർ ഈസിക്കൽ ടു 9 ആണ്. അപ്പോൾ AL എത്രയാണ്? AL ഈസിക്കൽ ടു എന്താ? റൂട്ട്, നമ്മൾ ഈ സ്ക്വയറിനെ ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ട്, അപ്പോൾ √9 ആണ്. √9 എന്ന് വെച്ചാൽ എത്ര കുഞ്ഞുങ്ങളെ? 3 ആണ്. മനസ്സിലായോ? √9 എന്ന് വെച്ചാൽ 3 ആണ്. ഇനി നമ്മളോട് ചോദിച്ചു തന്നാണ്ട് ഇതിൻ്റെ ഫുള്ള് അല്ലേ, ഇത് താപ്പോട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു വര. ഇവിടെ വരെ നമുക്ക് കിട്ടി എത്ര? 3 ആണെന്ന്. മനസ്സിലായോ? 3 കിട്ടിയത്. അപ്പോൾ ഇവിടെ ഇത്രയും കൂടെ ആകുമ്പോൾ എത്ര ആയിരിക്കും? ഇവിടെ 3 മുമ്പ് നമ്മൾ ചെയ്തില്ലേ, ഇവിടെ വരെ 3 ആണെങ്കിൽ ഇത് 3. അപ്പോൾ എത്ര കുഞ്ഞുങ്ങളെ? 6 സെൻറ്റിമീറ്റർ. മനസ്സിലാക്കി. ഇതിൽ കൂടുതലൊന്നും നമുക്ക് മാക്സിമം താഴോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഇത് 4ലും 5ലും ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് പറയുന്ന രീതിയിലാണ് നിങ്ങൾ 7ാം ക്ലാസ്സുകാർക്ക് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത്ര ഇതായിട്ട് ഒറ്റ ക്ലാസ് നിങ്ങൾ വേറെ ഏതെങ്കിലും ക്ലാസ് കയറി നോക്കണം. ഇത്ര ഇതായിട്ട് വേറെ ഒരു ക്ലാസ്സും കാണത്തില്ല. കാരണം ഇതിൽ നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികൾ കാണും ഇല്ലേ കുഞ്ഞുങ്ങളെ? നല്ലതുപോലെ ഒറ്റ വട്ടം പറഞ്ഞാൽ കേൾക്കുന്ന, ഒറ്റ വട്ടം പറഞ്ഞാൽ മനസ്സിലാക്കുന്ന കുട്ടികൾ കാണും അല്ലേ? ചിലർക്ക് 2 വട്ടമോ 3 വട്ടമോ, ചിലർക്ക് ഒത്തിരിയും വട്ടം പറഞ്ഞെങ്കിലേ പല രീതിയിലുള്ള കുട്ടികളല്ലേ. ചിലർക്ക് ഒറ്റ വട്ടം പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ ആയി കാണും അല്ലേ? അപ്പം എങ്ങനെ ആയാലും നിങ്ങൾ മനസ്സിലായവർ ഇച്ചിരി സ്ക്രോൾ ചെയ്ത് കാണുക എന്നുള്ളതാണ്. അപ്പം നോക്കിക്കേ, അടുത്ത് 2 പടം കൊടുത്തിട്ടുണ്ട്. അടുത്തതിനും ഇവിടെ ഒരു പേര് ടെസ്റ്റ് നോക്കണേ. ഇവിടെ പേര് കൊടുത്തില്ല, ഞാൻ അതിന് M എന്ന് പേര്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കൊടുത്തോ, പക്ഷെ ആൻസർ അത് കാണിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ നോക്കിക്കേ, ഇവിടെ ഇല്ലാത്ത വശം എന്ന് വെച്ചാൽ PM എന്നാണ്. ഇവിടെ ഇല്ലാത്ത ഏതാണ്? PM ആണ്. അപ്പോൾ നമ്മളെന്താ അതിൻ്റെ സ്ക്വയർ PM-ൻ്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ അപ്പോൾ ഇവിടെ ഒരു കട്ട കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അത് 90 ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണോ വരുന്നത് അതാണ് കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ അത് തന്നിട്ട് മുമ്പ് ചെയ്ത അതേ രീതി തന്നെയാണ് അല്ലേ? അത് തന്നിട്ടുണ്ട്. എന്താ അതിൻ്റെ പേര്? PO എന്നാണ്. PO-യുടെ സ്ക്വയർ മൈനസ് വേറെ ഏതാ തന്നിട്ടുള്ളത്? OM-ൻ്റെ സ്ക്വയർ. PO-യുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ PO ഹൈപ്പോട്ടന്യൂസ് 5ൻ്റെ സ്ക്വയർ മൈനസ് എത്ര? അടുത്ത തന്നിരിക്കുന്ന 3 ആണ്. ഹൈപ്പോട്ടന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ കുറയ്ക്കുകയാണ്. 5ൻ്റെ സ്ക്വയർ 25 ആണ്. 3ൻ്റെ സ്ക്വയർ 9 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? 16 കിട്ടി. എന്താണ് കിട്ടിയത്? PM-ൻ്റെ സ്ക്വയർ ആണ് 16 കിട്ടിയത്. അപ്പോൾ PM ഈസിക്കൽ ടു √16. √16 എന്ന് പറയുന്നത് എത്ര? 4 സെൻറ്റിമീറ്റർ. അപ്പം നമുക്കിവിടെ ഒരു വശം 4 കിട്ടി അല്ലേ? അപ്പം ഇത് മൊത്തം എത്ര ആയിരിക്കും നിങ്ങളെ? ഇവിടെ 4 ആയിരിക്കത്തില്ലേ? അപ്പം 4 4 8 സെൻറ്റിമീറ്റർ. ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. അത് വൃത്തിയായിട്ട് ഈ ചാപ്റ്ററിൻ്റെ മൊത്തം ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ എഴുതിയിട്ടിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും എഴുതിയിട്ടുണ്ട്. നമുക്ക് നാളെ അടുത്ത ആൽജിബ്രിക് എക്സ്പ്രഷൻ പഠിക്കാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.